ഈ വരുന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ നിർബന്ധമായും തോൽപ്പിക്കപ്പെടേണ്ട ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആ ആൾ സന്ദീപ് വാര്യർ മാത്രമാണ്. ഇത്രത്തോളം യോഗ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഈ കേരള അസംബ്ലി ഇലക്ഷനിൽ ഇപ്പോൾ നിൽക്കുന്നില്ല. കഴിവില്ലാത്ത ധാരാളം സ്ഥാനാർത്ഥികൾ ഈ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അവരെക്കാളൊക്കെ അധമനായിട്ടുള്ള, ഒരു കാരണവശാലും ജയിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തി സന്ദീപ് വാര്യർ മാത്രമാണ്. സന്ദീപ് വാര്യർ ജയിച്ചാൽ അത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഒരു പാർട്ടി വിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് അത്ര വലിയ തെറ്റല്ല. എന്നാൽ തനിക്ക് സ്ഥാനം കിട്ടിയില്ല, അല്ലെങ്കിൽ താൻ ആ പാർട്ടി ലീഡറുമായിട്ട്, സംസ്ഥാന നേതൃത്വമായിട്ട് തനിക്ക് വിയോജിപ്പുണ്ട് എന്ന ഒറ്റ കാരണത്താൽ താൻ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയിലേക്ക് ചേക്കേറുകയും അതിനുശേഷം താൻ വർഷങ്ങളായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നേതാക്കളെയും, അമിത്ഷാ, നരേന്ദ്രമോദി പോലുള്ള നേതാക്കളെ, അതുപോലെ തന്നെ ഈ BJP എന്ന് പറയുന്ന പാർട്ടിയെ, താൻ സപ്പോർട്ട് ചെയ്ത ആ പാർട്ടിയെ പുലഭ്യം പറയുകയും ചെയ്യുന്ന ഒരു അധമ വ്യക്തിത്വമാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ്സിലേക്ക് പോയി, എന്നിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്താൽ അത് തെറ്റല്ല. പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അയാൾ എങ്ങനെയാണ് പണിയെടുക്കുന്നത്? താൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നരേന്ദ്രമോദിയും അമിത്ഷാ, അതുപോലുള്ള BJP, RSS, ഇതിനെയെല്ലാം ഒരു അടിസ്ഥാനവുമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പുലഭ്യം പറയുകയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളും, ഈ കഴിഞ്ഞ 8-10 വർഷം അയാൾ മോദിയെയും അമിത്ഷായെയും, അല്ലെങ്കിൽ ഈ BJPയെയും RSSനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തതിൽ എന്തെങ്കിലും ആത്മാർത്ഥത അയാൾക്കുണ്ടായിരുന്നോ? ഇല്ല.